കുറേ നാൾക്ക് ശേഷം നായിക ഇല്ലാത്ത ഒരു തമിഴ് പടം കണ്ടു. അങ്ങനെ വലിയ സംഭവമായിട്ടുള്ളൊരു പടമൊന്നുമല്ല. ഈ പടം ആക്ച്വലി ഞാൻ യൂട്യൂബ് റിവ്യൂവും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലെ റിവ്യൂ എല്ലാം കണ്ടിട്ടാണ് കാണാൻ വേണ്ടി കയറിയത്. ജീവയുടെ പടമാണ്. അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ നല്ല കിടിലം പാട്ടൊക്കെ ആയിട്ട് വരുന്നുണ്ടായ ജീവയുടെ എല്ലാം പഴയ പടം നോക്കിക്കഴിഞ്ഞാൽ മതി, നല്ല പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇയാളെ പണ്ട് ഇഷ്ടമാണ്. അപ്പോൾ അയാളുടെ ഒരു കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ പടം വന്നൊരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പൊങ്കൽ റിലീസായിട്ടാണ് പടം വന്നത്. പൊങ്കൽ വിന്നറാണ് ഈ പടം. അപ്പോൾ വിജയുടെ പടം നമ്മൾ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ പടം വന്നില്ല. കാർത്തിയുടെ പടവും അതുപോലെ തന്നെ ശിവകാർത്തികേയൻ്റെ പടവും അങ്ങനെ വേണ്ട രീതിയിൽ വലിയ ഹിറ്റായിട്ടുമില്ല. അങ്ങനെയാണ് ഈ പടം അടിച്ചു കയറി വരുന്നത്. പടം എന്തായാലും ഹിറ്റായിട്ടുണ്ട്. നിതീഷ് സഹദേവാണ് പടം ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിൽ ഫാലിമി എന്ന് പറയുന്ന ഒരു കിഡിലം പടം ഡയറക്റ്റ് ചെയ്ത ഒരു നല്ല ഡയറക്ടറാണ്. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ഫാലിമി. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിന് കയറാൻ വേണ്ടി വെച്ചത്. ഒരു കുഞ്ഞു പടം കേട്ടോ, 2 മണിക്കൂറിൽ താഴെ ഡ്യൂറേഷനുള്ള ഒരു ചെറിയ പടമാണ്. കോമഡി ട്രാക്കിലാണ് സിനിമ പോയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ മലയാളി ഓഡിയൻസിനെ അങ്ങനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന, വലിയ എക്സൈറ്റ് ചെയ്യിക്കുന്ന വലിയൊരു പടമൊന്നുമല്ല. ഇത് ആക്ച്വലി ഒരു കുഞ്ഞു പടമാണ്. അപ്പോൾ തമിഴ് സിനിമ കാണുന്ന അല്ലെങ്കിൽ തമിഴ് ഓഡിയൻസിന് വലിയ നല്ല ക്വാളിറ്റി ഉള്ളൊരു കോണ്ടന്റ് കിട്ടിയെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അല്ലാതെ ഒരു വലിയ തമാശ പടമായിട്ടൊന്നും എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. അവർക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമ കിട്ടി. പിന്നെ ഇതൊരു ഒരു ഗ്രാമീണമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടത്തിന്റെ സ്റ്റോറി ലൈൻ പോകുന്നത്. അതിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ദിവസം നടക്കുന്ന കഥയെന്നോ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നടക്കുന്ന കഥയെന്നോ വേണമെങ്കിൽ പറയാം. നമ്മൾ പണ്ടത്തെ ഈ കോമഡി സ്കിറ്റിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമില്ല. അതായത് ഒരു വീട്ടിൽ മരണം നടക്കുന്നു, അതിന്റെ തൊട്ടടുത്ത വീട്ടിൽ കല്യാണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നു. അപ്പോൾ അതിന്റെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. അടുത്തടുത്ത വീടുകളിൽ 2 എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള, ഒരു സ്ഥലത്ത് മരണം അടുത്ത സ്ഥലത്ത് കല്യാണം ആകുമ്പോഴത്തേക്ക് അവിടെ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള 2 ഇമോഷൻസ് അവിടെ വന്നു. അപ്പോൾ അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന തമാശകൾ, സിറ്റുവേഷൻ കോമഡികൾ, ഈ വീട്ടുകാർ തമ്മിൽ മുമ്പേ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ ഒരു കോമഡി ട്രാക്കിലേക്ക് കൊണ്ടുവരാനാണ് ഡയറക്ടർ ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ ഒരു സാധനം ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഫുൾ പടമായിട്ടല്ല, ചില സിറ്റുവേഷൻ ബേസ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. മരണം അല്ലെങ്കിൽ ഇതുപോലെ 2 എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഇമോഷൻസിനെ ഒരേ സമയം ട്രീറ്റ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന തമാശകളൊക്കെ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വേണമെങ്കിൽ കഴിഞ്ഞ വർഷം റിലീസായ പടമില്ലേ, നമ്മുടെ അനശ്വര രാജന്റെ പടം വ്യസന സമേതം ബന്ധുമിത്രാദികൾ. അതിൽ ഈ മല്ലിക സുകുമാരന്റെ ക്യാരക്ടർ മരിക്കുന്ന സമയത്ത് ഈ അനശ്വരനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സിജു സണ്ണിയുടെ ക്യാരക്ടർ വരില്ലേ, ആ ഒരു ചെറിയ പ്ലോട്ടിനെ എടുത്തിട്ട് ഒന്ന് റീവർക്ക് ചെയ്തതുപോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷെ അത്രയും തമാശയൊന്നും ഈ പടത്തില്ല കേട്ടോ. ട്രിപ്പിൾ ടിയില് അത്രയ്ക്കും തമാശകളൊന്നുമില്ല. ചിലപ്പോൾ തമിഴ് ഓഡിയൻസിന് വേണ്ടിയിട്ട് അങ്ങനെ ട്രിം ചെയ്തതായിരിക്കാം. എന്നാലും തമിഴിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള തമാശകളിൽ നിന്നൊക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു തമാശ പടം എന്ന് പറയാം. ഇനി ആർട്ടിസ്റ്റുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവയാണ് ഈ പടത്തിൽ മെയിൻ ലീഡിൽ വന്നിട്ടുള്ളത്. ചെങ്ങായി തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. എവിടെയും അങ്ങനെ വെറുപ്പിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളൊക്കെ 2 വീട്ടുകാരായിട്ട് അഭിനയിച്ചിട്ടുള്ള ആൾക്കാരും പിന്നെ ഇയാളുടെ ചെങ്ങായിമാര്, പിന്നെ കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കന്റെ ഒരു ഫാമിലി ഉണ്ട്. അവർ നല്ല രസമായിരുന്നു കേട്ടോ. അവർ പറയുന്ന തമിഴ് സ്ലാങ്ങിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അത് കുറച്ചെല്ലാം നമ്മളെ ഈ ട്രിവാൻഡ്രത്തിന്റെ അപ്പുറത്ത് കന്യാകുമാരിയിലെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന ഒരു തമിഴ് സ്ലാങ് ഇല്ലേ, ഏതാണ്ട് അതുപോലെ ഉണ്ട്. പക്ഷെ രസമായിരുന്നു. ആ ഒരു ഫാമിലി മൊത്തം നല്ല കോമഡി ആയിരുന്നു. പിന്നെ മലയാളത്തിൽ നമ്മുടെ നീലാകാശം പച്ചക്കടൽ മൂവിയില് ആ മുടി വളർത്തിയിട്ടുള്ള ഒരു ചങ്ങായില്ലേ, വയസ്സായിട്ടുള്ള, എന്തായിരുന്നു, രാഘവേട്ടൻ, ആ ചങ്ങായി ഈ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അതും രസമായിരുന്നു. പിന്നെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത് ഈ സിനിമയുടെ സിറ്റുവേഷൻസ് എല്ലാം പ്രിഡിക്റ്റബിൾ ആണ്. അപ്പോൾ അവസാനം എന്താണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി പിടി കിട്ടും. പിന്നെ മറ്റൊന്ന്, ഈ പടത്തിലൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. അപ്പോൾ ഈ വാട്ടർ ടാങ്കിന്റെ VFX വർക്കും കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ശ്രദ്ധിക്കാമായിരുന്നു എന്ന് തോന്നി. പക്ഷെ ഇതൊന്നും അങ്ങനെ വലിയ പോരായ്മയായിട്ട് പറയുന്നതല്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ കല്ലുകടി പോലെ ഫീൽ ചെയ്യും. നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും കേട്ടോ. വലിയ വെറുപ്പിക്കലായിട്ടുള്ള പടമൊന്നുമല്ല. അങ്ങനെ അസഹനീയമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് തിയേറ്ററിൽ നിന്ന് എനിക്ക് ഓടുന്ന രീതിയിൽ അങ്ങനെയൊന്നും മോശമായിട്ടൊന്നുമില്ല. സിനിമ കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ സൂ ഫ്രം സായലും ഇല്ലേ, സൂ ഫ്രം സോ എന്ന് പറയുന്ന പടമില്ലേ, അതിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ള ചില തമാശകളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഏതാണ്ട് ആ ഒരു ട്രാക്കിൽ തന്നെയാണ് ഈ പടവും ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഇപ്പോഴും പറയുന്നു, മലയാളി ഓഡിയൻസിന് അങ്ങനെ തുള്ളിച്ചിരിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും ഈ പടത്തില്ല കേട്ടോ. പക്ഷെ നമ്മളെ ബോറടിപ്പിക്കില്ല. പിന്നെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് നമുക്കറിയാം ഇതിങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം. പക്ഷെ കുഴപ്പമില്ല. ജീവയുടെ ഒരു നല്ല പടം, അല്ലെങ്കിൽ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു പടം എന്ന് നമുക്ക് പറയാം ട്രിപ്പിൾ ടിയെ. പിന്നെ മറ്റൊരു കാര്യം എനിക്ക് നന്നായി തോന്നിയത് പടത്തിന്റെ മ്യൂസിക്കാണ്. മലയാളത്തിൽ കറന്റ്ലി ഉള്ളതിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറാണ് വിഷ്ണു വിജയ്. ചെങ്ങായി നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും പാട്ടാണെങ്കിലും. ആ കല്യാണ വീട്ടിലൊരു പാട്ടുണ്ട്,
അത് നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, പടത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പടത്തിനെ പല സ്ഥലത്തും എലവേറ്റ് ചെയ്യാനായിട്ട് വിഷ്ണു വിജയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടി ഇല്ലായിരുന്നെങ്കിലോ ഇത് വല്ലാണ്ട് തണുത്തു പോയത് ഈ പടം. ചുരുക്കി പറഞ്ഞാൽ ഗോളിയില്ലാന്നൊരു പോസ്റ്റിൽ അടിച്ചു കയറിയൊരു പടമാണ് ട്രിപ്പിൾ ടി. പക്ഷെ മോശമായിട്ട് കാണുന്നില്ല, നല്ലൊരു കോണ്ടന്റ് ആണ്. നിതീഷിന്റെ നല്ലൊരു അറ്റംപ്റ്റ് ആണ്, ജീവയുടെ നല്ലൊരു കംബാക്ക് ആണ്, വെറുപ്പിച്ചിട്ടില്ല, നല്ല രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. നമുക്ക് ഒരിക്കലും ഒരു തമിഴ് പടം കാണുന്ന പോലെ ഒന്നും തോന്നില്ല കേട്ടോ. അപ്പൊ മലയാളത്തിൽ തന്നെ വരുന്ന ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ചില സിനിമകളൊക്കെ ഉണ്ടാവില്ലേ, അത് കാണുന്ന പോലെ നമുക്ക് കണ്ടിരിക്കാൻ വേണ്ടി പറ്റും. രസമായിരുന്നു, പക്ഷെ വലിയ എന്താണ് കൂട്ടച്ചിരിയോ അല്ലെ പൊട്ടിച്ചിരിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട, നമുക്ക് ഇരുന്ന് കാണാം, ബോറടിപ്പിക്കില്ല. അപ്പൊ അതാണ് ട്രിപ്പിൾ ടി. പക്ഷെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള റിവ്യൂവിൽ പറഞ്ഞ അത്രയും വലിയ സംഭവമൊന്നുമില്ല കേട്ടോ, ബോറടിപ്പിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറി ലൈൻ തന്നെയാണ്. പക്ഷെ ജീവയുടെ ഒരു നല്ല കംബാക്ക് എന്ന് പറയാം. സോ ഇതാണ് ഞാൻ കണ്ട ട്രിപ്പിൾ ടി. അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും. സോ സീ നെക്സ്റ്റ് വീഡിയോ, ബൈ.